ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മരിയർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയോട് ആ സത്യങ്ങൾ മുഴുവനും രേവതി പറയുകയാണ്. ഇതെല്ലാം കേട്ട വർഷ ആകെ നടുങ്ങി നിൽക്കുകയാണ്. ചേച്ചി, ഇതിപ്പം തന്നെ എല്ലാവരും അറിയിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വർഷ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും വർഷയെ പിടിച്ചു നിർത്തുകയാണ് നമ്മുടെ രേവതി. ദേ വർഷേ, ഇതുകൊണ്ടാ നിന്നോട് ഞാൻ സത്യങ്ങളൊന്നും പറയില്ലെന്ന് പറഞ്ഞത്. ദേ ഈ കാര്യം ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ, അതുകൊണ്ട് നീ ആരോടും പറയരുത് വർഷേ. നീ നീ എനിക്ക് വാക്ക് തരണം, നീ ആരോടും പറയരുത്. ഇത് കേട്ട വർഷ വാക്കൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ വർഷയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ. ചേച്ചി, ഇതൊക്കെ ആരോടെങ്കിലും പറയണ്ടേ ചേച്ചി? ഈ സത്യങ്ങൾ മറച്ചു വയ്ക്കാനോ? ഈ സത്യങ്ങൾ മറച്ചു വെച്ച് ഇനിയും ജീവിക്കാനാണോ? എന്താ ചേച്ചി ഇത്? സത്യങ്ങൾ അറിയണം എല്ലാവരും. വർഷ അറിയും, സത്യങ്ങളെല്ലാവരും ഒരിക്കലറിയും. ഈ കാര്യങ്ങളെല്ലാം വർഷങ്ങളോളം മൂടി വെക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നമ്മളിപ്പോൾ അറിഞ്ഞില്ലേ, അതേപോലെ മറ്റുള്ളവരും ഈ സത്യങ്ങളൊക്കെ അറിയും വർഷേ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതുകൊണ്ട് നീ ഈ സത്യങ്ങളൊന്നും മറ്റുള്ളവരോട് തുറന്ന് പറയരുത്. നിനക്കറിയാലോ, അന്ന് ശ്രുതി ഗർഭിണിയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തെല്ലാം പ്രശ്നങ്ങളാണ് അമ്മ ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാലോ വലിയൊരു ഭൂകമ്പം തന്നെ ഇവിടെ ഉണ്ടാകും വർഷേ. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ആരോടും പറയരുത് പ്ലീസ് എന്നൊക്കെ വർഷയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വർഷം ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. അങ്ങനെ വർഷ അവിടെ നിന്ന് പോവുക. പക്ഷേ വർഷയ്ക്ക് അതൊന്നും പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. വർഷ ഈ കാര്യങ്ങൾ മുഴുവനും ശ്രീകാന്തിനോട് പറയാണ്. ഇത് കേട്ട ശ്രീകാന്ത് ആകെ ഞെട്ടി വരച്ചൊരവസ്ഥ. വർഷേ, ദേ അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ. ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വന്നിട്ട് നീ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കരുത്. ചുമ്മാ അറിയാത്ത കാര്യത്തിന് ഇതൊക്കെ നിസ്സാര കാര്യമാണോ? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കാവോ വർഷേ എന്ന് ചോദിച്ചപ്പോഴേക്കും ശ്രീകാന്തേ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ, നുണയല്ല പറഞ്ഞത്, അറിഞ്ഞ കാര്യങ്ങളാ പറഞ്ഞത്. ശ്രുതി ചേച്ചി ദേ രണ്ടാമത്തെ തവണയാ കൺസീവ് ആകാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ എന്താണ് ഉറപ്പാക്കേണ്ടത്? അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ തവണ അവർ കൺസീവ് ആയെന്നാണോ? അപ്പോൾ അവർക്കതിലൊരു കുഞ്ഞുണ്ടെന്നാണോ പറയുന്നത്? അങ്ങനെയാണല്ലോ അർത്ഥമാക്കേണ്ടത്. രണ്ടാമത്തെ തവണ നോക്കാൻ പോകുമ്പോൾ ആദ്യത്തെ തവണ കൺസീവ് ആയിട്ടുണ്ടല്ലോ, അപ്പോൾ കുഞ്ഞുണ്ടായെന്നല്ല അതിനർത്ഥം. ദേ വർഷേ, അറിയാത്ത കാര്യത്തെക്കുറിച്ച് നീ പറയരുത് ദയവ് ചെയ്ത്. ഞാൻ അറിയാത്ത കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്. അല്ല, നിന്നോടാരാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ശ്രീകാന്തേ പറ, ആരാ നിന്നോട് പറഞ്ഞത്? അത് പിന്നെ രേവതി ചേച്ചി എന്നോട് പറഞ്ഞത്. ഏട്ടത്തിയാണോ പറഞ്ഞത്? അതെ, രേവതി ചേച്ചി തന്നെയാ പറഞ്ഞത്. ഏട്ടത്തി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി വെറുതെ ഒന്നും പറയില്ല, അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാകും. അതെ, ഏട്ടത്തി ഒരു കാര്യവും അന്വേഷിക്കാതെ ഒന്നും പറയില്ല, എനിക്ക് ഉറപ്പാ. ഓഹോ, അപ്പം ഞാൻ പറയുന്നത് മുഴുവനും കള്ളത്തരമാണെന്നാണോ? അതൊക്കെ വിട്, അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. ദേ എനിക്കിതൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ശ്രുതി ഏട്ടത്തി ആദ്യം പ്രഗ്നൻ്റ് ആയല്ലേ, എന്നിട്ട് അതിലൊരു കുഞ്ഞുണ്ടായല്ലേ? അത് തന്നെയല്ലേ മണ്ട ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രുതി ചേച്ചി ആദ്യം ഒരു കുഞ്ഞിൻ്റെ അമ്മയായിരുന്നു. പക്ഷേ അത് എങ്ങനെയാണെന്നാ, ഇനി കല്യാണത്തിന് ശേഷമാണോ അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പാണോ ശ്രുതി ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഗർഭം ഉണ്ടായതെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് ഇപ്പോൾ പിടികിട്ടാതെ ശ്രീകാന്തേ. അതിപ്പോൾ എങ്ങനെ അറിയണത്? ശ്രീകാന്തേ, ഞാൻ ഈ കാര്യങ്ങൾ മുഴുവനും നിന്നെ വിശ്വസിച്ചാ പറഞ്ഞത്. ഞാനേ ഈ കാര്യങ്ങൾ മുഴുവൻ എല്ലാവരോടും പോയി പറയട്ടെ? അയ്യോ പറയരുത്, ആരോടും പറയരുത്. രേവതി ചേച്ചി എന്നോട് ഈ കാര്യങ്ങളൊന്നും പറയരുതെന്നാ പറഞ്ഞത്. പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് എൻ്റെ തലയിലൊരു ബോംബിട്ടൊരവസ്ഥയായിരുന്നു. അത് ഞാൻ എങ്ങനെ ആരോടും പറയാതിരിക്കും? ഇപ്പോൾ ഞാൻ ശ്രീകാന്തിനോട് ഈ സത്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴേക്കും എനിക്ക് ആശ്വാസമായി. ശ്രീകാന്തേ, ഇത് ആരോടും പറയരുതേ, ദേ ഇത് മനസ്സിൽ തന്നെ വെച്ചേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വർഷ അവിടെ നിന്ന് പോവുക. വർഷ പോയി കഴിഞ്ഞപ്പോഴേക്കും അയ്യോ, ഇതിപ്പോൾ എൻ്റെ തലയിൽ വലിയൊരു ബോംബായല്ലോ, ഞാനിതെങ്ങനെ ആരോടും പറയാതിരിക്കും? ഇതെങ്ങനെ മനസ്സിൽ സൂക്ഷിക്കും? ഇത് വലിയൊരു കാര്യം തന്നെയാണല്ലോ എൻ്റെ ദൈവമേ. ഇത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നാലോചിച്ചു ആകെ വല്ലാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനും പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ശ്രീകാന്ത് നേരെ ചെന്ന് സച്ചിയോട് പറയാണ്. സച്ചി ഇത് കേട്ടതും ഷോക്ക് അടിച്ച് കണ്ണ് മിഴിപ്പിച്ച് ഇങ്ങനെ തന്നെ തൂറിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സച്ചി അവിടെ ഇത് കേട്ടപ്പോൾ തന്നെ അവിടെ അങ്ങോട്ട് ഇരുന്ന് പോയി. സച്ചിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. എടാ ശ്രീകാന്തേ, നീ പറഞ്ഞ സത്യം തന്നെയാണോ, അല്ലെങ്കിൽ നീ ഉണ്ടാക്കി പറഞ്ഞിട്ട് വരികയാണോ? അയ്യോ അല്ല സച്ചിയേട്ടാ, ഞാൻ പറഞ്ഞ മുഴുവനും സത്യം തന്നെയാ. ഇതിൽ ഒരുണ്ടാക്കിയും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എൻ്റെ സച്ചിയേട്ടാ.
എടാ ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവര് തനി ഫ്രോഡാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സംഭവം അവരുടെ പിന്നിലുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലടാ. എടാ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതെ, ദേ ഈ സത്യങ്ങൾ അറിഞ്ഞപ്പോഴേ എനിക്കും താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എടാ ആരാ നിന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ വർഷയാ പറഞ്ഞത്. ഓ, വർഷയാണോ പറഞ്ഞത്? മാറ്റർ പെണ്ണുങ്ങൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ. അത് പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സത്യം തന്നെയാടാ, അത് സത്യം തന്നെയാണ്. അപ്പോ പൗഡർ ഏട്ടത്തി ഒരു കുഞ്ഞിന് ആദ്യം ജന്മം നൽകിയിട്ടുണ്ടെന്ന് അർത്ഥം. അതേട്ടാ, അത് തന്നെയാണ് സംഭവം. എൻ്റെ പൊന്നേട്ടാ, ഇതെനിക്ക് പറഞ്ഞപ്പോഴേ തല പെരുത്തുപോയി. ഏട്ടനോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എടാ ഇവരിൽ എന്തൊക്കെയോ മറിഞ്ഞിരിക്കുന്നുണ്ട്. രേവതിയോട് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, ഈ പൗഡറേട്ടത്തി എന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, തനി ഫ്രോഡാണെന്നൊക്കെ. പക്ഷേ രേവതിക്ക് ഞാനതൊന്നും പറഞ്ഞിട്ട് വിശ്വാസമൊന്നും ആയില്ല. പക്ഷെ ഇപ്പൊ നീ ഈ കാര്യം വന്ന് പറഞ്ഞപ്പോഴേ ശരിക്കും മനസ്സിലായി, അവര് തനി ഫ്രോഡ് തന്നെയാണ്. എടാ അപ്പാ ഈ കാര്യങ്ങളൊന്നും മറ്റുള്ളവരെ അറിയാതെ നീ സുധിക്ക് പോലും അറിയാൻ പാടില്ലായിരിക്കോ? അതൊന്നും അറിയില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യം ഷോക്കായാണ് പോയത് എൻ്റെ ഏട്ടാ. പിന്നെ ഒരു കാര്യമുണ്ട്, ഏട്ടൻ ഈ കാര്യങ്ങൾ ആരോടും പറയല്ലേ. എടാ ഏട്ടൻ ഇത് ഏട്ടൻ്റെ മനസ്സിൽ തന്നെ വെച്ചേക്കണം. അതെ, എന്നോടും വർഷ പറഞ്ഞത് ഇത് ആരോടും പറയല്ലേ എന്നാണ്. പക്ഷേ എനിക്ക് ഈ ഭാരങ്ങളൊന്നും താങ്ങിയെടുക്കാനായിട്ട് പറ്റില്ല ഏട്ടാ. ഇനി അഥവാ ഏട്ടൻ ആരോടെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, പക്ഷെ അവരോടും പറയണം, ഇത് ആരോടും പറയല്ലേന്ന്. നീ എന്തൊക്കെയാണ് പറയുന്നത്? അതെ ഏട്ടാ ഞാൻ പറയാനുള്ള മുഴുവനും പറഞ്ഞു. ഇനി ഏട്ടനായി ഈ രഹസ്യമായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ്. ശ്രീകാന്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ ആകെ തകർന്നൊരവസ്ഥ. എൻ്റെ ദൈവമേ, വലിയൊരു ഭാരമാണല്ലോ അവൻ എൻ്റെ മനസ്സിലേക്ക് ഇട്ട് തന്നിരിക്കുന്നത്. ഇതും വെച്ചോണ്ട് ഞാൻ എങ്ങനെ നടക്കാനാ? എനിക്കിത് താങ്ങാൻ പോലും പറ്റുന്നില്ല എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി രവിയോട് പറയാ. ഇത് കേട്ട രവി ആകെ ഞെട്ടിയൊരവസ്ഥ. എടാ സച്ചി, ചുമ്മാ നീ കള്ളം പറയാൻ നിൽക്കരുതേ. അല്ല അച്ഛാ, ഞാൻ എന്തിനാ അച്ഛനോട് കള്ളം പറയുന്നത്? കേട്ട കാര്യമാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത്. എനിക്കിത് താങ്ങാൻ പോലും പറ്റില്ല അച്ഛാ, അതുകൊണ്ടാ അച്ഛനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. സത്യോട്ടും ആ പാർലർ ഏട്ടത്തി ഫ്രോഡാണെന്ന് ഞാൻ അച്ഛനോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ അതൊന്നും വിശ്വസിച്ചില്ലല്ലോ. എടാ നിന്റെ അമ്മ കണ്ടെത്തിക്കൊണ്ടുവന്ന പെണ്ണാണ് ശ്രുതി. അപ്പോ നിന്റെ അമ്മയ്ക്ക് അറിയായിരിക്കോ? അമ്മയ്ക്ക് അറിയില്ലായിരിക്കും അച്ഛാ. ഇനി അറിയുമായിരിക്കോ? ഒന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അച്ഛാ. ഇനി എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു എന്നാണ് ഒരു മനസ്സിലാവാത്തത്. അപ്പൊ പൗഡറേട്ടത്തിക്ക് ആദ്യത്തിലൊരു കുഞ്ഞുണ്ട്. അതുകൊണ്ടാണല്ലോ രണ്ടാമതും കുഞ്ഞുണ്ടാകുമെന്നറിയാൻ വേണ്ടി ഡോക്ടറെ കാണാൻ പോയതും ഹോസ്പിറ്റലിൽ പോയതും. എടാ നിന്നോട് ആരാണ് ഇതൊക്കെ പറഞ്ഞത്? അത് ആരെങ്കിലും ആവട്ടെ, പക്ഷേ അച്ഛൻ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്, അറിഞ്ഞ കാര്യമാണ്, ഡോക്ടർമാർ പറഞ്ഞ കാര്യമാണ് എന്നൊക്കെ സച്ചി ഇങ്ങനെ ആവർത്തിച്ച് പറയാം. ഇത് കേട്ട രവിയാണെങ്കിൽ എൻ്റെ ദൈവമേ, ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും അവൾ അങ്ങനെ ഒരു പെണ്ണായിരുന്നോ? അതെ അച്ഛാ, അവൾ അങ്ങനെ ഒരു പെണ്ണ് തന്നെ ആയിരുന്നു. അവളിൽ കള്ളത്തരം മറഞ്ഞിരിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷെ ഇങ്ങനെ വലിയൊരു കള്ളത്തരം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അച്ഛാ. ഇത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഷോക്കായി പോയി എൻ്റെ പൊന്നച്ഛാ എന്നൊക്കെ രവിയോട് പറയാം. അങ്ങനെ അച്ഛാ, ഇത് ആരോടും പോയി പറയണ്ട. എടാ അങ്ങനെ പറയാതിരുന്നല്ലോ. എങ്കൊരു കാര്യം ചെയ്യ്, അച്ഛൻ പോയി അമ്മയോട് പറ. അല്ല ശ്രുതിയോട് ചെന്ന് ചോദിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാടാ ശ്രുതിയോട് ചോദിക്കുന്നത്? അതും ശരി തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ എങ്ങനെയാണല്ലേ ശ്രുതിയോട് പോയി ചോദിക്കുന്നത്? അതും പറ്റില്ലല്ലോ. എടാ ഞാൻ വഴി കണ്ടിട്ടുണ്ട്, ഏതായാലും നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി നേരെ ചന്ദ്രയോടും പോയി കാര്യങ്ങളും പറയാ. ചന്ദ്രയാണെങ്കിൽ അന്തം പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. കാരണം പുന്നാരിച്ച് തലയിൽ കയറ്റി വെച്ച മരുമകളാണല്ലോ ശ്രുതി. അപ്പോ ശ്രുതിയിലെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു വലിയൊരു പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പൊ ചന്ദ്ര, രവിയേട്ടാ കള്ളം പറയരുത് രവിയേട്ടാ, ശ്രുതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചന്ദ്രേ, ഇതൊക്കെ കള്ളം പറയാൻ പറ്റിയ കാര്യമാണോ? ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ചന്ദ്ര ഞാൻ അറിഞ്ഞത് നിന്നോട് വന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ല രവിയേട്ടനോട് ആരെയാ പറഞ്ഞത്? അതാരെങ്കിലും ആവട്ടെ, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. ഇത് സത്യമാണോ ഇല്ലെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണ്ടേ? പക്ഷേ ഇത് സത്യം തന്നെയാണെന്നാണ് നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരാൾ വന്നാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്.
അപ്പം നമ്മളത് വിശ്വസിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ അവൾ ആദ്യം ഒരു കുഞ്ഞിന് ജന്മം നൽകിയല്ലേ? അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അതാണല്ലോ ഇപ്പം പറഞ്ഞു വരുന്നത്. രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയാണ് അവൾ ഡോക്ടറെ കാണാൻ പോയിരുന്നെങ്കിൽ അപ്പോൾ ആദ്യം ഒരു കുഞ്ഞുണ്ടായെന്നല്ലേ അതിനർത്ഥം. അതെ രവിയേട്ടാ, ഞാൻ കണ്ടുപിടിച്ച മരുമകളാണ് അവൾ ഈ കുടുംബത്തെ ചതിക്കായിരുന്നോ? അതല്ല, ഇനി നിനക്ക് ഈ സത്യങ്ങൾ അറിയായിരുന്നോ ചന്ദ്രേ? നീ എന്നിട്ട് എല്ലാം മറച്ചു വെക്കുകയാണോ? എന്തൊക്കെയാ രവിയേട്ടാ ഈ പറയുന്നത്? എനിക്ക് സത്യങ്ങൾ അറിയായിരുന്നോന്നാ? അല്ല, നീ സുധിക്ക് വേണ്ടി ഒരുപാട് കള്ളത്തിന് വേണ്ടി കൂട്ടു നിന്നിട്ടുണ്ടല്ലോ. പണം എടുത്തോണ്ട് പോയവൻ, സ്വർണം മോഷ്ടിച്ചു, എന്നിട്ട് എല്ലാത്തിനും നീ കൂട്ടു നിന്നില്ലേ? എന്നിട്ട് ഈ കാര്യങ്ങൾ വല്ലതും നീ പറഞ്ഞായിരുന്നോ? രവിയേട്ട, അതേപോലെയാണോ ഈ സംഭവം? ഇത് വലിയൊരു സംഭവമല്ലേ? അതെ, വലിയൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ പേടി തോന്നുന്നത്. രവിയേട്ട, ഇതൊന്നും ഞാൻ അറിയാത്ത കാര്യങ്ങളാണ്. ഞാൻ അറിയാത്ത സംഭവങ്ങൾ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവളെ ഞാൻ വെറുതെ വിടില്ല. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവളുടെ മുന്നിലുണ്ടെങ്കിൽ എനിക്ക് അവളോട് ചോദിച്ചാൽ മതിയാവും. ഞാൻ അവളോട് ഇപ്പം തന്നെ ചോദിക്കും. അയ്യോ ചന്ദ്രേ, നീ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഇപ്പം ചോദിക്കേണ്ട, നീ ഒന്ന് സമാധാനപ്പെടും. ഇല്ല രവിയേട്ടാ, ഇതൊന്നും സമാധാനപരമായിട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് ചോദിക്കണം, ചോദിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവിയാണെങ്കിൽ ആകെ തലപുകഞ്ഞൊരവസ്ഥ. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഓടി പരക്കമഞ്ഞിലേക്ക്. പക്ഷേ ചന്ദ്രയുടെ പിന്നാലെ ഓടുകയാണ് രവി. വേണ്ട ചന്ദ്ര, രവിയുടെ കയ്യിൽ നിന്ന് വിട്, എനിക്ക് അവളോട് ചോദിച്ചാൽ മതി. ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇറങ്ങി വരികയാണ്. എന്താ അമ്മ എന്താ ഇങ്ങനെ വിളിക്കുന്നത്? നീയാണോടോ ശ്രുതി? നീയാണോടോ ശ്രുതി എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അമ്മേ, അവൾ റൂമിലുണ്ട്, അക്കൗണ്ട് സെക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അക്കൗണ്ട് സെക്ഷൻ അവളോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അയ്യോ, ഇത് അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? ശ്രുതി, നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അല്ലെ ഞാൻ അങ്ങോട്ട് കയറി വരുന്നോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ രേവതിയും ഇതെന്താ നിങ്ങൾ ഒച്ചപ്പാട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയും വരിക. എല്ലാവരും വരികയാണ്. എല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ നോക്കി നിൽക്കുക. രേവതിക്കൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. രേവതി ആരോടും പറയേണ്ടെന്ന് പറഞ്ഞാണല്ലോ. പക്ഷേ വർഷം എല്ലാവരുടെ അടുത്തും പാട്ടാക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ശ്രുതി ഇറങ്ങി വന്നിട്ട്, എന്താ ആൻറ്റി, എന്താ പ്രശ്നം? നീ ഇങ്ങോട്ട് ഇറങ്ങി വാടി നീ പറഞ്ഞപ്പോൾ, ശ്രുതി, എൻ്റെ ചോദ്യങ്ങൾക്ക് നീ കറക്റ്റായിട്ട് തന്നെ മറുപടി പറയണം. ഇല്ലെങ്കിൽ നീ പറ, നിന്റെ ഇത് രണ്ടാം വിവാഹമാണോ എന്ന് ചോദിക്കുക. ഇത് കേട്ട ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ്. ഒന്നും മിണ്ടാൻ പറ്റുന്നൊരവസ്ഥ. പക്ഷേ ശ്രുതി അവിടെ ഞെട്ടി ചാടി എണീക്കണം. അമ്മേ, എന്തൊക്കെ ചോദ്യങ്ങളാണ് അമ്മേ ചോദിക്കുന്നത്? മിണ്ടാതിരിക്കണം അവിടെ, പോയിക്കണം അവിടെ. ശ്രുതി, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നിനക്ക് ഒരു കുഞ്ഞുണ്ടോ? നീ ആദ്യം ഗർഭിണിയായതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിയുടെ തല ആകെ പുകഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായി പോവുകയാണ്. പക്ഷേ ഒരക്ഷരം പോലും മിണ്ടാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുക. അപ്പം നമ്മുടെ രേവതി വർഷയെ ഒന്ന് നോക്കിയാണ്. എന്താ വർഷ ഇത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടത്തില്ല. നീ എന്താടി ഒന്നും മിണ്ടാത്തത്? പറയടി, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നീ പറ. നീ ആദ്യം ഗർഭിണിയായതാണോ എന്ന്? നീ ആദ്യം കല്യാണം കഴിച്ചാണോ? അതിൽ നിനക്കൊരു കുഞ്ഞുണ്ടോ? ഞങ്ങളെ എല്ലാവരെയും നീ ചതിക്കായിരുന്നോ? നീ എന്ന മരുമകളെ കണ്ടെത്തിയ ആളാണ് ഞാൻ. നിന്നെ ഇത്രയും നാൾ ഞാൻ സ്നേഹിച്ച് ലാളിച്ചാണ് കൊണ്ടുകൊണ്ട് നടന്നത്. നീ ഞങ്ങളോടൊക്കെ നീ ചതി ചെയ്തോ എന്നറിഞ്ഞാൽ മതിയാവുള്ളൂ. ഇത് കഴിഞ്ഞപ്പോഴേക്കും അമ്മേ, എന്തൊക്കെ ചോദ്യം അമ്മേ ചോദിക്കുന്നത്? ശ്രുതിയോടാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. നീ ഒരു അക്ഷരം മിണ്ടരുത്. ഞാനിവിടെ ചോദിക്കുന്നത് ശ്രുതിയോടാണ്. ശ്രുതി മറുപടി പറഞ്ഞാൽ മതി. ശ്രുതി, പറയടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ശ്രുതിയെ പിടിച്ച് ആട്ടിക്കുലുക്കുകയാണ്. ശ്രുതിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. പറയടി, നീ പറയുന്ന ഡോക്ടറെ കാണാൻ വേണ്ടി നീ പോയായിരുന്നോ? ഉവ്വ ആൻറ്റി, ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോയായിരുന്നു. അത് രണ്ടാമതൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി തന്നെ അറിയാൻ വേണ്ടി പോയതാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോവാ. ശ്രുതിയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ, കരഞ്ഞ് നീ സത്യം പറ, നിനക്ക് കുഞ്ഞുണ്ടായോ ഇല്ലയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് വീണ്ടും. അത് പിന്നെ ആൻറ്റി, എൻ്റെ ഒരു അവസ്ഥ, മാനസിക അവസ്ഥ. അപ്പോൾ ശ്രുതി പാഞ്ഞിങ്ങോട്ട് വരികയാണ്. ശ്രുതി, എന്താ ശ്രുതി, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടി കരയിലെ? ശ്രുതി പറ. ആൻറ്റി പറഞ്ഞൊക്കെ സത്യം തന്നെയാ. രണ്ടാമതൊരു കുഞ്ഞുണ്ടാകാൻ അറിയാൻ വേണ്ടി തന്നെയാ ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ വീണ്ടും ചന്ദ്ര ചോദിക്കുകയാണ്. അതാ ചോദിച്ചത്, നീ ആദ്യം പ്രസവിച്ചതാണോ? അത് കല്യാണത്തിന് മുമ്പാണോ അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമാണോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷയാണെങ്കിൽ, ആൻറ്റി എന്ത് മണ്ടത്തൊരു ചോദ്യമാണ് ആൻറ്റി ചോദിക്കുന്നത്? കല്യാണത്തിന് മുമ്പ് ശ്രുതി ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ടുള്ള നമുക്കറിയാലോ. അപ്പോൾ കല്യാണത്തിന് ശേഷം ശ്രുതി ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ടുള്ള നമുക്കറിയാലോ. അപ്പോൾ കല്യാണത്തിന് മുമ്പായിരിക്കില്ലേ ശ്രുതി ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും
ചന്ദ്ര ആകെ വിറഞ്ഞു നിൽക്കുകയാണ്. പറ ശ്രുതി, നീ ആദ്യം ഗർഭിണിയായോ ഇല്ലയോ, നിനക്ക് അതിലൊരു കുഞ്ഞുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. ശ്രുതി കള്ളക്കണ്ണീർ ഒഴുക്കുകയാണ്. എന്തൊക്കെയോ ഐഡിയകൾ മനസ്സിൽ ഇങ്ങനെ കൂട്ടി വെക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.